നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു പ്രധാന സൈഡ് ഡിഷായ മധുരപ്പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. പല സ്ഥലങ്ങളിലും ഇത് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കാറ്. എന്തായാലും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ തന്നെയാണ്. പൈനാപ്പിളും ഏത്തപ്പഴവും മുന്തിരിയും ഉപയോഗിച്ചുണ്ടാക്കുന്നവരുണ്ട്, പൈനാപ്പിളും ഏത്തപ്പഴവും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ പൈനാപ്പിൾ മാത്രം ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാറുണ്ട്. ചിലരൊക്കെ ഇതിൽ തൈര് ചേർക്കും, ചിലർ തൈര് ചേർക്കാറില്ല. അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു പച്ചടി നമ്മൾ തയ്യാറാക്കുന്നത്. മധുരമുള്ള ഒരു ഡിഷാണിത്. ഇത് നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം, പക്ഷേ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സദ്യ വിളമ്പി വരുമ്പോൾ തന്നെ ഈ പച്ചടിയൊക്കെ എടുത്ത് നമ്മൾ ആദ്യമേ കഴിക്കും. ഞാനിത് പൈനാപ്പിളും മുന്തിരിയും കൂടി ചേർത്ത് തൈരും കൂടി ഒഴിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ഒരു സദ്യ സൈഡ് ഡിഷായ മധുരപ്പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പച്ചടി ഉണ്ടാക്കി നോക്കാം. ഇന്ന് നമുക്ക് നല്ലൊരു മധുരപ്പച്ചടി ഉണ്ടാക്കാം. പൈനാപ്പിളും മുന്തിരിയും വെച്ചുള്ള മധുരപ്പച്ചടിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു പൈനാപ്പിൾ ഇതുപോലെ തൊലിയും അതിൻ്റെ നടുക്കുള്ള ആ ഒരു വാണിയും ഒക്കെ കളഞ്ഞെടുക്കണം. പൈനാപ്പിൾ ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കൊത്തി അരിഞ്ഞെടുത്താലും മതി. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പൈനാപ്പിളിന് അത്യാവശ്യം വേവുള്ളതാണ്. ഇനി അത് ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ചെറിയ കഷ്ണം ശർക്കര. പൈനാപ്പിളിന് മധുരം ഇച്ചിരി കുറവായിരിക്കും നമ്മൾ കറി വെച്ച് വരുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് പൊടിച്ചിടുന്നുണ്ട്. ഒരു 20 ഗ്രാമോളം ഒക്കെ മതിയാവും. പിന്നെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നമുക്കത് അതിൻ്റെ അളവ് വേരി ചെയ്യാൻ പറ്റും. സ്വല്പം വെള്ളവും കൂടി ഒഴിക്കാം. പൈനാപ്പിളിനകത്ത് വെള്ളം ഉണ്ട്, വെന്ത് വരുമ്പോൾ ഉണ്ടാകും. എന്നാലും ഇച്ചിരി ഒന്ന് ഒഴിച്ചേക്കാം, അടിക്ക് പിടിക്കണ്ട. ഇത് നമുക്കൊരു 2-3 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ചെറിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തത്. ജീരകം 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കടുക്. ഇത്രയും കൂടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഏകദേശം 2 വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടാണ് 2 വിസിലിൽ നിർത്തിയത്. നിങ്ങൾ സാധാരണ നോർമലി കൊത്തി അരിഞ്ഞൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെയൊക്കെ വേവിക്കാം. അല്ലെങ്കിൽ നോർമൽ ചട്ടിയിൽ വെച്ചും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്തത്. ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വേവിക്കേണ്ടി വരും. ഇത് ഞാനൊരു വേറൊരു തവയിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇത്തിരി വെള്ളം ഇതുപോലെ ഉണ്ട്. ഒഴിച്ചത്രയും വെള്ളം തന്നെ ബാലൻസ് ഉണ്ട് എടുക്കണം. ഇതിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല, കുക്കറിൽ തന്നെ ഇട്ട് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. അപ്പം നല്ലവണ്ണം വെന്തിട്ടും ഉണ്ട്, അതുപോലെ തന്നെ വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അരപ്പിൻ്റെ പച്ചച്ചുവയും ഒക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഒരു 100 ml തൈരൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. തൈരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് ഓരോരുത്തർ ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ മുന്തിരി എല്ലാം പൊട്ടിപ്പോവും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇത്രയും മതി.
ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ കൂടെ ചിലരൊക്കെ ഏത്തപ്പഴവും കൂടി കൂട്ടി വേവിക്കും, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ പൈനാപ്പിളും മുന്തിരിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പൈനാപ്പിൾ തനിയെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്